കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം നടത്തുകയുണ്ടായി. സന്ദർശനത്തിൻ്റെ ഭാഗമായി സൗദി എയർ സ്പേസിലേക്ക് നരേന്ദ്രമോദിയുടെ വിമാനം കടന്നു ചെല്ലുമ്പോൾ തന്നെ സൗദിയുടെ സൈനിക വിമാനം അകമ്പടി സ്വീകരിക്കാനായിട്ട് കടന്നു വന്നു. അങ്ങനെ സൈനിക അകമ്പടിയോടുകൂടിയാണ് നരേന്ദ്രമോദി സൗദിയിലെ ജിദ്ദയിലേക്ക് പ്രവേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇത്രയധികം പരിഗണന സൗദി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. നിയുക്ത കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷമാണ് സൗദിയിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് സൗദി ഗവൺമെൻറ്റിന് സാധിച്ചത്. പണ്ട് അവിടെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വാഹനം ഓടിക്കാനുള്ള ലൈസൻസും വാഹനം ഓടിക്കാനുള്ള പെർമിഷൻ സ്ത്രീകൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളാണ് സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായി മറ്റുള്ള രാജ്യങ്ങളുമായി വലിയ തോതിലുള്ള ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നരേന്ദ്രമോദി പോയതിനു ശേഷം പലതരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളൊക്കെ നടത്തുകയുണ്ടായി. പണ്ട് കാലങ്ങളിൽ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമാണ് സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ അതിനാവശ്യമില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ വളരെ ലിബറലാക്കി മാറ്റിയിരിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടതെങ്കിലും വളരെ അപ്രതീക്ഷിതമായി ഭീകരാക്രമണം ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. എന്തൊക്കെയായാലും മുന്നോട്ടുള്ള ഇന്ത്യയുടെയും സൗദി അറേബ്യയുടെയും വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ കൂട്ടിയുറപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.